ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതും കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം അതിനായിട്ട് പഴം അത്യാവശ്യം പഴുത്തെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം കൊണ്ട് 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കട്ടിക്കനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ചധികം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം വെച്ച് കൊടുക്കുക. എന്നിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പഴം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. 2 വശം സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ബ്രൗൺ കളർ ആക്കി എടുക്കുന്നുണ്ട്. ഈ ടൈപ്പിലാണ് എനിക്കിഷ്ടം. ഇതാണ് എനിക്ക് ഒത്തിരി ടേസ്റ്റ് തോന്നിയത് കേട്ടോ. എന്നിട്ട് 2 വശം തിരിച്ച് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് അതിലേക്ക് കുറച്ചധികം തന്നെ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര പാനി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ശർക്കര എടുക്കുമ്പോൾ അഴുക്കുള്ളതാണെങ്കിൽ അത് പാനിയാക്കിയിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതാ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. 2 വശം തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് ശർക്കരയും പഴവും നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് എല്ലാതും കൂട്ടിയും കുറച്ചിട്ടും എടുക്കുക കേട്ടോ. ഇനി ആ ശർക്കരയും തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് മിക്സായിട്ട് സെറ്റ് ആവുകളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഐറ്റം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഐസ്ക്രീമും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് കഴിച്ചാലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും അല്ലേ. സംഭവം ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇത് ആരുടെ ഡെസേർട്ടാണ്, ആര് കണ്ടുപിടിച്ചതാണെന്നൊക്കെ ഒന്ന് അറിയിക്കണേ.